സമൂഹത്തിൽ ഈ ഒരു എല്ലാ ചുമതലയും ആണുങ്ങളുടെ മാത്രമല്ല നിങ്ങളത് ഏറ്റെടുത്ത് ഒരു അല്ല അത് എനിക്ക് താങ്ക്സ് പറയാനുള്ള എൻ്റെ ഉമ്മാനോടും വാപ്പാനോടും. കാരണം ചെറുതിലെ എന്നെ എൻ്റെ ഇത്താക്കും നമ്മളുടെ അഭിപ്രായങ്ങളും പറയാനാണെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനാണെങ്കിലും രണ്ടുപേരും വാപ്പായും ആ സ്പേസ് തന്നിട്ടുണ്ട്, ഉമ്മായും ആ സ്പേസ് തന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളെ കുറേയൊക്കെ സ്ട്രോങ് ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ കുറേ പേരെന്നോട് ചോദിക്കാറുണ്ട് കല്യാണം കഴിഞ്ഞിട്ട് അഭിനയിക്കുകയോ കല്യാണം കഴിഞ്ഞില്ല. എനിക്ക് ആ വ്യത്യാസം തോന്നിയിട്ടില്ല. അതിന് എനിക്ക് താങ്ക്സ് പറയാനുള്ളത് ഫാമിൻ്റെ പേരൻസിനോടാണ്, ഫാമിനേക്കാളും. കാരണം നമ്മൾക്ക് ആ ഒരു എനിക്ക് എൻ്റെ വീട് പോലെ തന്നെ വന്ന് കാണാൻ പറ്റുന്ന ഒരു വീടാണ് ഫാമിൻ്റെ അവിടെ ഉള്ളത്. നമ്മളെങ്ങനെയാണോ അങ്ങനെ തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ ആളുകൾ ആക്ച്വലി ഉണ്ട്. അപ്പം അതിൽ ഞാൻ ഭയങ്കര ബ്ലെസ്ഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സൈഡാക്കി നിങ്ങൾക്ക് മധുരം തന്നെ അവിടെ അടുത്ത ചോദ്യം ക്യാൻസൽ ചെയ്യേണ്ടി വരുമല്ലോ അല്ലേ? ഇനി പറയാനെ പറ്റി പറഞ്ഞു. നിങ്ങൾ രണ്ടുപേരും ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാൻ തുടങ്ങിയിട്ട് എത്ര നാളായി? 3-4 years മേലെയായി. നമുക്ക് അറിയാം. കോമൺ ഫ്രണ്ട്സ് ഒത്തിരി പേരുണ്ട് ഞങ്ങൾക്ക്. അപ്പൊ അങ്ങനെ അറിയാം ഞങ്ങൾക്ക്. അങ്ങനെ ഭയങ്കര ക്ലോസ് ഫ്രണ്ട്സ് നമ്മളാരും പറയില്ല. നമുക്ക് പറ്റുന്ന ആളാണെന്ന് തോന്നി. അപ്പൊ കുഴപ്പമില്ല. അത് ഈ പറഞ്ഞ മെയിൻ ആണ്. നമ്മള് വർത്താനം പറയുന്നതിലൊക്കെ ഞാൻ സൊറ പറയുന്നുണ്ടെങ്കിൽ പറയാം. എത്ര നേരം വേണമെങ്കിലും നമ്മൾ സംസാരിക്കാൻ തയ്യാറാണ്. ഫസ്റ്റ് ആദ്യമായിട്ട് നിങ്ങൾ പുള്ളിക്കാരിയെ അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ? സ്വാഭാവികമായിട്ട് അങ്ങോട്ടാ സംഭവിക്കണ്ടായിരുന്നു. വേറെ ഒന്ന് രണ്ട് ഇന്റർവ്യൂ പറഞ്ഞിട്ട് മാറ്റാൻ പറ്റില്ല. ഞാൻ തോന്നുന്നു അഡാർ ലവിന്റെ മൂവി റിലീസിന് ശേഷമാണ് ഞാൻ തോന്നുന്നു നിങ്ങൾക്ക് ഒരു പാൻ ഇന്ത്യ ഒരു അതെ എനിക്ക് മാത്രല്ല ലക്ഷ്മി ആ പടത്തിലുള്ള എല്ലാവർക്കും ഹെൽപ്പ് ആയിട്ടുണ്ട്. ലൈക്ക് എനിക്കൊന്ന് അഡാർ ലവിന് ശേഷം എനിക്കൊന്ന് ഇപ്പോൾ 5-6 years ആവാറായി, 5 years ആയി. അപ്പം അതിനുശേഷം ഒരു ഭീകരമായ ഒരു പ്രോജക്റ്റിൽ ഞാനിതുവരെ പാർട്ടായിട്ടില്ല. ഞാൻ 1-2 സിനിമകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ലൈക്ക് ഓക്കെ അഭിനയിച്ചു, നമ്മൾ വിചാരിക്കുന്ന രീതിയിലേക്ക് അത് എനിക്ക് കൺവേർട്ട് ആയിട്ടും ഇല്ല. ബട്ട് സ്റ്റിൽ ഇപ്പോഴും ഇപ്പം ഇവിടെ വരുമ്പോഴായിക്കോട്ടെ അല്ലെങ്കിൽ നാട്ടിലെന്തെങ്കിലും പരിപാടിക്ക് പോകുമ്പോഴായിക്കോട്ടെ എല്ലാരും എന്നെ ഫേസ് മനസ്സിലാക്കുന്ന ആ ഒരു സിനിമയിൽ നിന്നാണ്. ഞങ്ങൾ രണ്ടുപേരും ആദ്യത്തെ സിനിമ ഇറങ്ങുന്നത് ഒരു ദിവസത്തെ വ്യത്യാസം. ജൂണിൽ അഭിനയിക്കുക, ജൂൺ ഇറങ്ങി രണ്ടും ഒരു ദിവസം വ്യത്യാസത്തിലാണ് റിലീസാവുന്നത്. അപ്പം നിങ്ങളുടെ കുറച്ച് കഥയിലേക്ക് കിടക്കാം. കുറേ ഫ്രണ്ട്സും കാര്യങ്ങളും സ്ക്രിപ്റ്റിങ്ങും എല്ലാം നിങ്ങൾ ഒരു LLB വിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. അതെ, അത് ശരിയാവില്ലെന്ന് തോന്നി. അപ്പം അല്ല, ഞാൻ അത് കഴിഞ്ഞിട്ട് ഇന്റേൺഷിപ്സും അങ്ങനെയൊക്കെ ചെയ്ത് നോക്കി. ഭയങ്കര വർക്കാവും. പിന്നെ മനസ്സിവിടെയായിരുന്നു. അപ്പൊ പിന്നെ എന്റെ വീട്ടിലൊന്നും അങ്ങനെ പെട്ടെന്ന് സിനിമ എന്നൊക്കെ പറയാൻ പറ്റുന്നില്ല. ഇവിടെ മീൻസ് സിനിമയിലായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഷോർട്ട് ഫിലിം അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും പക്ഷെ എനിക്ക് വീട്ടിലൊന്നും പെട്ടെന്ന് പറഞ്ഞിങ്ങനെ സിനിമ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ സിനിമ കാണുന്നല്ലാതെ നമുക്ക് ഒരു സിനിമയിലേക്കൊക്കെ ഒരാൾ പോവുക അങ്ങനെ ഒന്നും മനസ്സിലാക്കാൻ പറ്റുന്ന അങ്ങനെയൊന്നും അല്ല. എൻ്റെ ഫാമിലിയും കാര്യങ്ങളൊന്നും അങ്ങനെ അല്ല. അപ്പോൾ നിങ്ങൾ ആ സമയത്ത് ലോ ഒക്കെ പഠിച്ചു. ഞാൻ തോന്നുന്നു ആ സമയത്ത് നിങ്ങളുടെ സുഹൃത്തുക്കളായിട്ടൊക്കെ അന്ന് കോളേജിൽ പഠിക്കുന്ന സമയത്തുള്ള സുഹൃത്തുക്കൾ ആ സമയത്ത് ഷോർട്ട് ഫിലിംസ് ഭയങ്കര നമ്മൾ എല്ലാവരും ഷോർട്ട് ഫിലിം ചെയ്യുന്ന സമയത്ത്. അപ്പൊ അന്ന് ഞാൻ കുറേ ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്. നമ്മുടെ കൂട്ടുകാരായിട്ട് ട്രിവാൻഡ്രത്ത് എനിക്ക് അങ്ങനെ ഒരു കുറച്ച് കൂട്ടുകാരും എല്ലാവരും ഒന്ന് സിനിമയിൽ ഓരോരോ സൈഡിലുണ്ട്. കറക്റ്റായിട്ട് പ്ലേസ് ആവാൻ പറ്റി. അവരിപ്പോഴും ഉണ്ടോ? നമ്മളെല്ലാവരും ഒരുമിച്ചുള്ള ഇപ്പോഴും നമ്മൾ ഒരുമിച്ച് തന്നെയാണ്. ഇപ്പം എൻ്റെ ഏറ്റവും അടുത്ത ഫ്രണ്ട് നിമിഷ് എന്ന് പറഞ്ഞൊരു ഫ്രണ്ട്, ഞാൻ, നിമിഷ്, അമിത്, ഞങ്ങൾ 3 പേരായിരുന്നു മെയിൻലി ചെയ്തിരുന്നത്. അതിൽ നിമിഷ് ഇപ്പം സിനിമറ്റോഗ്രാഫറാണ്. അവനാണ് നമ്മുടെ കൊത്ത കിങ് ഓഫ് കത്ത, കുറുപ്പ് അതൊക്കെ ക്യാമറ ചെയ്തവനാണ്. അപ്പോൾ അമിത് ഇപ്പം നമ്മുടെ വാഴ എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ചു. അങ്ങനെ കുറച്ച് അങ്ങനെ ഓരോരുത്തരും നമ്മൾ ഓരോ ഇതായിട്ട് വന്നു. ലാസ്റ്റ് ഫൈനലി ഞങ്ങൾ എല്ലാവരും ലാൻഡായി. അപ്പോൾ നമുക്ക് അന്ന് ഭയങ്കര ദൂരം ഉണ്ടായിരുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ ആക്ച്വലി ഇപ്പം വന്നത്.